ഇതാണ് സെൽഫ് ഡൗട്ടിന്റെ വാളെന്ന് ഓർത്തും. ഇതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ ഡ്രീംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വാള് ബ്രേക്ക് ചെയ്യാണ്ട് നിങ്ങളുടെ ഡ്രീംസിലേക്ക് നിങ്ങൾക്ക് എത്താണ്ട് പറ്റൂല. നിങ്ങൾ ഏത് തരം സ്ട്രാറ്റജീസ് ഐഡിയാസ് യൂസ് ചെയ്താലും ഒരിക്കലും ഈ ഒരു വാള് ബ്രേക്ക് ചെയ്യാണ്ട് നിങ്ങളുടെ ഡ്രീംസിലേക്ക് നിങ്ങൾക്ക് എത്താണ്ട് പറ്റൂല. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഒരു സെൽഫ് ഡൗട്ട് എന്ന് നോക്കാം. സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാലഞ്ചസ് നമ്മൾ നേരിടാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ നമ്മുടെ അടുത്ത് പറയും, ഇപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി എനിക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഫെയിലായി എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു തോട്ടില്ലേ, അതിനെയാണ് നമ്മൾ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. സെൽഫ് ഡൗട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാണ്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അത് ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വരും, നമുക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ അത് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഫെയിലായി എന്ത് പറ്റും, അങ്ങനത്തെ ഒരു തോട്ടില്ലേ. ആ ഒരു തോട്ട് നിങ്ങൾ ഏത് ആക്ടിവിറ്റി ചെയ്താലും നിങ്ങളുടെ മൈൻഡിൽ വരും. ഇമാജിൻ സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞ ഒരു വാളാണ്. ഇതിപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു വ്യക്തിയാണ്, ഇതിനപ്പുറത്താണ് നിങ്ങളുടെ ഡ്രീംസ് അല്ല. നിങ്ങൾ എന്ത് ചെയ്താലും ഈ ഒരു വാളിൽ തട്ടിയിട്ട് അത് പോകും. അപ്പോൾ ഈ സെൽഫ് ഡൗട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡ്രീംസിലേക്ക് എത്താണ്ട് പറ്റുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഈ ഒരു സെൽഫ് ഡൗട്ട് വന്നതെന്ന് നോക്കാം. അതിന് 3 കാര്യമാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കമ്പാരിസൺ ആണ്. നമ്മളൊരു വ്യക്തിയാണ് നമ്മുടെ സെൽഫും ആ ഒരു വ്യക്തിയുടെ സെൽഫും കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് സെൽഫ് ഡൗട്ട് വരാം. രണ്ടാമത്തത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. നമ്മൾ ഏത് ആക്ടിവിറ്റി ചെയ്താലും ഞാനിപ്പോൾ അത് ഫെയിൽ ആയാലും എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് എന്താ പറയുക, അത് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു തോട്ടാണ് രണ്ടാമത്തെ ഒരു കാര്യം. പിന്നെ മൂന്നാമത്തതാണ് നെഗറ്റീവ് പാസ്റ്റ് എക്സ്പീരിയൻസ്. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് ഉണ്ടായ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, കുറേ ഫിയേഴ്സ്, അതൊക്കെ നമുക്ക് ഇനി അടിഞ്ഞടിഞ്ഞ് കിടന്ന് ഈ ഒരു വാള് വലുതായി വരും. അപ്പം അങ്ങനെ നോക്കി ഈ ഒരു സെൽഫ് ഡൗട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ട ചാൻസ് ഉണ്ട്. ഈ ഒരു 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഈ ഒരു സെൽഫ് ഡൗട്ട് വരാനുള്ള മെയിൻ കാരണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സെൽഫ് ഡൗട്ടിന്റെ വാളുണ്ടല്ലോ അത് ബ്രേക്ക് ചെയ്യണമെന്ന് നോക്കാം. സോ ദി ഫസ്റ്റ് വൺ, റീഫ്രെയിം യുവർ തോട്ട്സ്. നമ്മൾ ഏത് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏത് ചാലഞ്ചസും നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു തോട്ട് വന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ ഒരു ചാലഞ്ചസിൽ നിന്ന് പഠിക്കാം എന്നുള്ളൊരു എന്താ പറയുക മൈൻഡിലേക്ക് നമ്മുടെ ബ്രെയിനെ കൊണ്ടുവരിക. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് തരം കമാൻഡാണോ നമ്മുടെ ബ്രെയിനിൽ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പെരുമാറുന്നത്. ഇപ്പം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ അടുത്ത് ഇടുമ്പോൾ ബ്രെയിനിന് അതിനനുസരിച്ചുള്ള നെഗറ്റീവ് സിഗ്നലാണ് ഉള്ളത്. അപ്പം നിങ്ങളെ ബ്രെയിൻ പിന്നെയും ആ ഒരു ഫിയർ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകും. സോ അതിന് പകരം നിങ്ങൾ എന്താണ് എനിക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത് എന്നൊരു തോട്ട് കൊണ്ടുവരുമ്പോൾ ബ്രെയിൻ നിങ്ങളെ ഒരു ലേണിംഗ് സ്റ്റേജിലേക്ക് നിങ്ങൾ കൊണ്ടുവരും. അപ്പം നിങ്ങൾക്ക് അവിടെ ഫിയർ കുറവായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഏറ്റെടുക്കുന്ന ചാലഞ്ച് നിങ്ങൾക്ക് സൂപ്പറായിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ജേർണി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. നിങ്ങളുടെ മൈൻഡ് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. സോ ദി സെക്കൻഡ് പോയിന്റ്, സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നമ്മുടെ ലൈഫിൽ നമ്മൾ കമ്പാരിസൺ മാറ്റിയാൽ തന്നെ പല കാര്യങ്ങളും ലൈഫിൽ ശരിയാവും. നമ്മളൊരു വ്യക്തിനെ കണ്ടാൽ നമ്മുടെ സെൽഫും ആ ഒരു വ്യക്തിയുടെ സെൽഫും കൂടി നമ്മൾ കമ്പയർ ചെയ്യും. ചിലപ്പോൾ നമ്മളെക്കാളും നല്ലൊരു ഫിസിക്ക് ആ ഒരു വ്യക്തിക്കുണ്ടാവും, ചിലപ്പോൾ നമ്മളെക്കാളും നല്ലൊരു വെൽത്ത് ആ വ്യക്തിക്കുണ്ടാവും, ചിലപ്പോൾ നമുക്കില്ലാത്ത കുറേ കാര്യങ്ങൾ ആ ഒരു വ്യക്തിക്കുണ്ടാവും. സോ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കുള്ള കുറേ ബ്ലെസ്സിങ്സും അഡ്വാൻറ്റേജസും നമ്മൾ മറന്നിട്ട് നമ്മുടെ സെൽഫും ആ ഒരു വ്യക്തിയുടെ സെൽഫും കൂടി നമ്മൾ കമ്പയർ ചെയ്യും. സോ അങ്ങനെ കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സെൽഫ് ഡൗട്ട് നമ്മുടെ ലൈഫിൽ വന്ന് പെടുന്നത്. സോ ദി കമ്പാരിസൺ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് പൊക്കോളും. സോ ദി തേർഡ് പോയിന്റ്, അക്സെപ്റ്റ് ഫെയിലിയർ. നമ്മളിപ്പോൾ കണ്ട റിച്ച് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും എടുത്ത് നോക്കിയാലും അവർ ഈ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞ ജേണിയിൽ നിന്നാണ് അവർ ആ ഒരു ലെവലിലേക്ക് തന്നെ എത്തിയത്. ആരും ഒറ്റയടിക്ക് തന്നെ തുടങ്ങിയതും സക്സസ് എന്ന് പറഞ്ഞ ജേണിയിൽ എത്തിയിട്ടില്ല. എല്ലാവരും ഈ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞ ലേണിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു ജേണിയിലേക്ക് അവർ എത്തിയത്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അവർ എത്തിയത്. സോ അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കരുത്. നമ്മളെ ജസ്റ്റ് ഒരു ലേണിംഗ് ടൂളായിട്ട് എടുക്കുക. നമുക്കൊരു ലൈഫിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ള ഒരു ലേണിംഗ് ടൂളായിട്ട് ഫെയിലിയറിനെ കാണുക. സോ ഇനി ലൈഫിൽ ഫെയിലിയർ വരുമ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് നോക്കുക. സോ ഇനി നിങ്ങളുടെ ലൈഫിൽ ഈ സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞ വാളെടുത്ത് മാറ്റിയിട്ട് നിങ്ങളുടെ ഡ്രീംസിനെ പോയി ചേസ് ചെയ്യും. പിന്നെ ഇതുപോലത്തെ ലൈഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് യൂസ്ഫുൾ കോണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ.